ഹലോ നമസ്കാരം, ഞാൻ രമേശ് പി നായർ. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ്. എറണാകുളം ജില്ലയുടെ ഹാർട്ട് ഓഫ് സിറ്റി എന്ന് അറിയപ്പെടുന്ന കാക്കനാടിൻ്റെ വളരെ അടുത്തായി ഒരു 10-12 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വെള്ളരിപ്രാവിനെ പോലെ സുന്ദരിയായിട്ടുള്ള ഈ സുന്ദര മനോഹര വീടിന് ഉടമ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയയോട് കൂടിയ അതിസുന്ദരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. ഈ വീടിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് നല്ല വിശേഷങ്ങളിലേക്ക് പോകാം. ഈ സ്ഥലം വെറും 3.5 സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും കാഴ്ചയിൽ ഒരു 5-6 സെന്റിൻ്റെ പൊലിമ ഈ വീടിനുണ്ട്. ഇതിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അതിമനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി ഒരു കവേർഡ് കാർ പോർച്ച്, ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. മുൻഭാഗത്ത് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് അതിവിശാലമായ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു റോഡാണ് കടന്നു പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ എൻട്രൻസ് ആണ് ഈ വീട്ടിലേക്ക്. അതിമനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിലാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് നല്ലൊരു കളർ കോമ്പിനേഷനാണ് പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത് സുന്ദരമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിസുന്ദരമാക്കിയിട്ടുള്ള ഒരു വെള്ളരി പ്രാവിനെ പോലെയുള്ള ഒരു വീടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി 2 പില്ലറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പില്ലറുകളിലും ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു കാർ പോർച്ചിൻ്റെ 2 പില്ലറുകളാണ് ഇവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പാളികളിലുള്ള ഒരു മനോഹരമായ ഫ്രണ്ട് ഡോറുകളാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് സുന്ദര മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ വീടിൻ്റെ എല്ലാ സീലിംഗ് വർക്കുകളെല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതും, അതുപോലെ തന്നെ ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം, ഇവിടെ വാഷ് ഏരിയയുടെ സ്ഥാനം, ഇവിടെ ഗ്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതും മൾട്ടിവുഡിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സുന്ദര മനോഹരമായ ഒരു വാഷ് ഏരിയ ഇവിടെ കിട്ടുന്നു. ഇവിടെയായി ഇൻവെർട്ടർ വയ്ക്കുന്നതിന് അതിമനോഹരമായ ഒരു സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയാണ്
വിശാലമായ ബെഡ്റൂം നമുക്ക് കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി 2 പാളികളിലുള്ള വാർഡ്രോബുകൾ ഇവിടെ കൊടുത്താക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ഗ്ലാസ് പിടിപ്പിക്കാനുള്ളതാണ്. അതിനിടയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ നോക്കിയാൽ ഇവിടെയാണ് ഈ വീടിൻ്റെ സുന്ദര മനോഹരമായ ഒരു കിച്ചൺ കിട്ടുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് കർട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഇതിനകത്തെല്ലാം ലൈറ്റുകൾ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കബോർഡ് വർക്കുകൾ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടാണ് ഇവിടെ ഈ കിച്ചൺ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിച്ചൺ ടോപ്പിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് വിരിച്ച ഒരു എൽ ഷേപ്പിലാണ്. ഇവിടെയായി സിങ്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഒരു ഓപ്പൺ ഏരിയ മാത്രമാണ്. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണർ ഇതിന് ബാക്കിലായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളതും സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് സ്ക്വയർ ട്യൂബിൽ മനോഹരമാക്കി വെച്ചിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ് പിടിപ്പിച്ച് സുന്ദരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും 2 ബെഡ്റൂമുകളിലേക്കാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതും മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു ബെഡ്റൂമാണ്. ഇവിടെയായി 2 പാളികളിലുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ കൊടുക്കാനുള്ളതാണ്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയായി നമുക്ക് മൂന്നാമതൊരു ബെഡ്റൂം കിട്ടുന്നു. ഇവിടെയും 2 പാളികളിലുള്ള വാർഡ്രോബുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയായി ഒരു മിറർ കൊടുക്കുവാനുണ്ട്. ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഈ റൂമിൻ്റെ വാഷ്റൂം ഇവിടെയാണ്. ഇവിടെയാണ് ഫ്രണ്ട് ബാൽക്കണി കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സുന്ദര മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ വീടുകളും റോഡുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ആ കാണുന്നത് മെയിൻ റോഡ് അവിടെയാണ്. എല്ലാ ബസ്സുകളും അതിലെ പോകുന്നതാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി റൂമിൻ്റെ സ്ഥാനം. വേണമെങ്കിൽ ഇവിടെ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. ഇവിടെയും പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റെയർ കേസ് കൊടുത്ത് മനോഹരമായി ഒരു ഹാൻഡ് റെയിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കിഴക്കമ്പലം ടൗണിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. കാക്കനാട്ടേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 14 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7.5 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. തൊട്ടടുത്തായി ഇൻ്റർനാഷണൽ സ്കൂളും മാർക്കറ്റും ഹോസ്പിറ്റലും മറ്റ് ബാങ്ക് ആരാധനാലയങ്ങൾ എല്ലാം തന്നെ ഈ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ്. ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വെറും 10 മിനിറ്റിൽ യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ്. എടപ്പള്ളിക്കും കാക്കനാടിനും വളരെ അടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദര മനോഹരമായ ഈ വില്ല നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. ഈ ബഡ്ജറ്റിൽ ഇതുപോലൊരു വില്ല എറണാകുളം ജില്ലയിൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. നിങ്ങൾ ഈ വീടിൻ്റെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീട് 63 ലക്ഷം രൂപയ്ക്കാണ് ഉടമ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വില നെഗോഷ്യബിൾ ആയിരിക്കും.
നിങ്ങൾക്ക് ഈ വീട് ധൈര്യമായി വാങ്ങിക്കാം. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇതുപോലെ ചിത്രീകരിച്ച് ആഡ് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.